വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു ദാരുണ മരണം കൂടി. വയനാട് നൂൽപ്പുഴ കാപ്പാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാനു എന്ന ആദിവാസി യുവാവ്. ഇന്നലെ രാത്രിയാണ് കാട്ടാന ആക്രമിച്ചത്. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ വയനാട് ജില്ലയിൽ ഫാമേഴ്സ് റിലീഫ് ഫോറം ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്നലെ രാത്രി 7:30യോടെയാണ് മാനു കാപ്പാട് അടിയ ഉന്നതിയിലെ ബന്ധുവീട്ടിലേക്ക് വന്നത്. ഉന്നതിക്ക് തൊട്ടു താഴെ വെച്ചായിരുന്നു കാട്ടാന ആക്രമണം. പിന്നെ ഞാൻ അവിടെ അരി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കയറി വന്നപ്പോൾ ആനയും വന്നു. ആന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. 3 ആന വന്നു. 1 ആന വെള്ളം കുടിച്ചു പോയി. 2 ആനയും വെള്ളം കുടിച്ചു പോയി. അപ്പോൾ 1 ആന വന്നപ്പോഴാണ് ഇയാളെ. കേരള തമിഴ്നാട് അതിർത്തിയായ പാട്ടവയൽ നൂൽപ്പുഴ പ്രദേശത്താണ് കാട്ടാന ആക്രമണം. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രദേശമാണിത്. ജനറൽ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി ഒഴിപ്പിച്ചുവെങ്കിലും ആദിവാസി കുടുംബങ്ങൾ പദ്ധതിയുടെ ഭാഗമല്ല. റീബിൽഡ് കേരളയിലാണ് സ്വയം സന്നദ്ധ പുനരധിവാസം കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് മാറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് 3 വീട്ടിൽ 6 കുടുംബമുള്ളത് ട്രൈബൽ കുടുംബമാണ്. തൊട്ടപ്പുറത്ത് 9 കുടുംബമുള്ള ട്രൈബൽ കോളനിയുണ്ട്. ഇവർ മാറാൻ തയ്യാറാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഈ പദ്ധതിയിലെ പണം ഇവർക്ക് ലഭ്യമാവില്ല എന്നുള്ളതാണ്. പ്രതിഷേധത്തെ തുടർന്ന് വൈൽഡ് ലൈഫ് വാർഡൻ വരുണ്ടാലിയ സ്ഥലത്തെത്തി ജനപ്രതിനിധികളുമായും രാഷ്ട്രീയ നേതാക്കളുമായും ചർച്ച നടത്തി. പോസ്റ്റ്മോർട്ടം നടന്ന ബത്തേരി താലൂക്ക് ആശുപത്രിയിലും വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിന് മുന്നിലും UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. UDF നിയോജകമണ്ഡലം ചെയർമാൻ DP രാജശേഖരനെ പോലീസ് തടഞ്ഞത് തർക്കത്തിനിടയാക്കി. നീലഗിരി പാട്ടവയൽ വെള്ളരി ഉന്നതിയിലാണ് മാനുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. 24 വയനാട്.